സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സൈക്കോളജിയിലും മലയാളത്തിലൊക്കെ പ്രധാനപ്പെട്ട റിവിഷൻ സെറ്റ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്, ഞാൻ ആൻസർ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കണം. അതുപോലെ തന്നെ അവസാനം അത്രത്തോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, എൻ്റെ എന്നോടൊന്ന് പറയണം. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 6 വയസ്സുള്ള AB തൻ്റെ കൈവശമുള്ള മുത്തുകൾ എണ്ണുകയാണ്. എന്നാൽ 5-ൽ അവസാനിക്കുന്നവയെല്ലാം വിട്ടാണ് എണ്ണുന്നത്. അതായത് 5, 15, 25 തുടങ്ങിയവയൊക്കെ അവൻ ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ദത്തത്തിന് വേണ്ട എന്ത് സവിശേഷ ഗുണമാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ 6 വയസ്സുള്ള കുട്ടിയാണ്, അവൻ്റെ കൈവശമുള്ള മുത്തുകളൊക്കെ അവൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, എണ്ണുകയാണ്. അപ്പോൾ എണ്ണുന്ന സമയത്താണ് 5, 15, 25 ഒക്കെ അവൻ ഒഴിവാക്കിയിട്ട് അടുത്തടുത്ത് ഇപ്പോൾ 4 കഴിഞ്ഞാൽ പിന്നെ അവൻ 6, 7, 8 ഓക്കെ 14 കഴിഞ്ഞാൽ പിന്നെ 16 ആ ഒരു ക്രമത്തിലാണ് എണ്ണുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം തെറ്റുന്നുണ്ടല്ലോ, എണ്ണമൊക്കെ ഇങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡാറ്റയ്ക്ക് വേണ്ട എന്ത് ഗുണമാണ് അവിടെ ലംഘിക്കപ്പെടുന്നതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ: കൃത്യത, വിശ്വാസ്യത, സാധുത, പ്രായോഗികത. കൃത്യത, വിശ്വാസ്യത, സാധുത, പ്രായോഗികത. ഏതാ വരുക? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ആൻസറിലേക്ക് എത്താൻ പറ്റുന്നേ ഉള്ളൂ. എന്താണ്, നമ്മൾ എണ്ണം കൃത്യമല്ല അല്ലേ, 5 വേണ്ടത് 5 പറയുന്നില്ല, 15 25 അങ്ങനെയുള്ള നമ്പറൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ എന്താണ്, കൃത്യമല്ല എന്ന് വെച്ചാൽ എന്താണ്, ആൻസർ വരുന്നത് കൃത്യതയാണ് കേട്ടോ. കൃത്യതയാണ് അവിടെ നഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: പ്രൈമറി തലത്തിലെ ബോധന മാധ്യമം മാതൃഭാഷയാകണം. ഇതിൻ്റെ കാരണം എന്താണ്? പ്രൈമറി തലത്തിലെ ബോധന മാധ്യമം മാതൃഭാഷയാകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. നോക്കാം, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇത് പഠനം എളുപ്പമുള്ളതാക്കും, ഇത് പഠനം അർത്ഥപൂർണ്ണമാക്കും, ഇത് കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ ഇത് ബുദ്ധി വികസിക്കാൻ അവസരം ഒരുക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? പ്രൈമറി തലത്തിലെ ബോധന മാധ്യമം മാതൃഭാഷയാക്കണം എന്ന് പറയാനുള്ളൊരു കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? കുട്ടികൾക്ക് മാതൃഭാഷയിൽ തന്നെ പഠിക്കാം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു സംശയം വേണ്ട, ആൻസർ എന്താണ്? ഓപ്ഷൻ സി തന്നെയാണ്. കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കും എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കേട്ടോ, എന്താണ്? കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. അതുതന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: പഠനവും ഓർമ്മിക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കാനുള്ള തന്ത്രമാണ് ഡാഷ്. പഠനവും ഓർമ്മിക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കാനുള്ള തന്ത്രമാണ്. ഓപ്ഷൻസ്: വായന, ന്യൂമോണിക്സ്, കൂടിയിരുന്നുള്ള പഠനം, എഴുത്ത്. വായന, ന്യൂമോണിക്സ്, കൂടിയുള്ള പഠനം, എഴുത്ത്. അപ്പോൾ ഈ പറഞ്ഞ 4 പഠനവും ഓർമ്മിക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കാനുള്ള തന്ത്രം അറിയപ്പെടുന്ന പേരെന്താണെന്നാണ് ചോദ്യം അല്ലേ. ആൻസർ ഏതാ വരിക? ജനറൽ ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ആൻസർ ഏതാണെന്ന് വരിക? വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. കറക്റ്റായിട്ട് വരുന്ന ആൻസർ പറഞ്ഞാൽ ഏതാണ്? ന്യൂമോണിക്സ് ആണ് അല്ലേ. ന്യൂമോണിക്സ് എന്ന് വെച്ചാൽ തന്നെ മെമ്മറി ട്രിക്സ് അല്ലെങ്കിൽ മെമ്മറി ടെക്നിക്സ് ആണ് ശരിക്കും ന്യൂമോണിക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂമോണിക്സ് എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ: വിക്ക് എന്ന സംസാര തടസ്സത്തെ പരിഹരിക്കുന്നതിന് അവലംബിക്കാവുന്ന തന്ത്രം. വിക്ക് എന്ന സംസാര തടസ്സത്തെ പരിഹരിക്കുന്നതിന് അവലംബിക്കാവുന്ന തന്ത്രം എന്താണെന്നാണ് ചോദ്യം. നോക്കാം. ദീർഘമായ സംസാരം, പ്രായോഗിക സന്ദർഭങ്ങളിലുള്ള സംസാരം, ബോധപൂർവമുള്ള സംസാരം, അതുപോലെ തന്നെ താമസിച്ചുള്ള സംസാരം. നിങ്ങൾ വിക്ക് മറ്റേ സുദീപാത്മികം പോലുള്ള സിനിമകളിലൊക്കെ അതിൽ ചില ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് അവലംബിക്കാവുന്ന തന്ത്രം എന്ന് ചോദിച്ചാൽ എന്താണ് പറയാൻ പറ്റുക? അത് നമ്മൾ പേടിക്കുന്നതുകൊണ്ടാണല്ലേ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നത്. ഒരു പേടിയൊക്കെ ഒഴിവാക്കി ഫ്രീ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്കത് ഒരു പരിധിവരെ കുറക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് അവിടെ വരുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള സംസാര തടസ്സത്തെ പരിഹരിക്കുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ ദീർഘമായ സംസാരം തന്നെയാണ്. ഓക്കെ, സംസാരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ പ്രയോഗിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ദീർഘമായ സംസാരം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇതൊക്കെ ജനറലായിട്ട് സിമ്പിളായിട്ട് ക്വസ്റ്റൻ ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വികസന പ്രവൃത്തി അഥവാ ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്ന ആശയത്തെ ജനകീയമാക്കിയത് ആര്? വികസന പ്രവൃത്തി അഥവാ ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്ന ആശയത്തെ ജനകീയമാക്കിയത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയേ: ഗസേൽ, ഹള്ള്, ഹിന്ദി ഗാർഡ്, അതുപോലെ തന്നെ ഹാവി ഗസ്റ്റ്. ഗസേൽ, ഹള്ള്, ഹിന്ദി ഗാർഡ്, അതുപോലെ ഹാവി ഗസ്റ്റ് ആരാണ്? ഇതൊക്കെ ജനറൽ ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്ന ടോപ്പിക്ക് ഇതെടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ആരാണെന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടേണ്ട ഒരു ആൻസറാണ്. ആരാണ് ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്ന ആശയം ജനകീയമാക്കിയത്? ഓപ്ഷൻ ഡി ആണ്, ഹാവി ഗസ്റ്റ് ആണ് കേട്ടോ. ഹാവി ഗസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. അടുത്ത ക്വസ്റ്റൻ: താഴെ കൊടുത്തവയിൽ പഠന വൈകല്യത്തിന് കാരണമാകാൻ ഇടയില്ലാത്തത് ഏത്? പഠന വൈകല്യത്തിന് കാരണമാകാൻ ഇടയില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, നോക്കാം. ഓപ്ഷൻസ്: സാംസ്കാരിക ഘടകങ്ങൾ, വൈകാരിക പ്രശ്നങ്ങൾ, പെരുമാറ്റ വൈകല്യങ്ങൾ, സെറിബ്രത്തിൻ്റെ തകരാറ്. 4 ഓപ്ഷൻസാണ് ഉള്ളത്. അപ്പോൾ പഠന വൈകല്യത്തിന് കാരണമാകുന്നതല്ല, പഠന വൈകല്യത്തിന് കാരണമാകാനിടയില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും വൈകാരിക പ്രശ്നങ്ങളായാലും പെരുമാറ്റ വൈകല്യങ്ങളായാലും സെറിബ്രത്തിൻ്റെ തകരാറൊക്കെ എന്താവാം? പഠന വൈകല്യത്തിന് കാരണമായേക്കാം അല്ലേ. പക്ഷേ സാംസ്കാരിക ഘടകങ്ങൾ എന്തല്ല പഠന വൈകല്യത്തിന് കാരണമാകുന്നില്ല അല്ലേ. അപ്പോൾ പഠന വൈകല്യത്തിന് കാരണമാകാൻ ഇടയില്ലാത്തതെന്ന് ചോദിച്ചാൽ സാംസ്കാരിക ഘടകങ്ങളാണ്.
ഏഴാമത്തെ ചോദ്യം, വൈകാരിക ശേഷി എന്നാൽ എന്താണ്? എന്താണ് വൈകാരിക ശേഷി? ഓപ്ഷൻസ് നോക്കാം. നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കുവാനുമുള്ള കഴിവ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ്, വൈകാരിക സന്ദർഭങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ ഇവയെല്ലാം തന്നെ എന്നിങ്ങനെ 4 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. അതിൽ വൈകാരിക ശേഷി എന്നാൽ എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ. ABCD 4 ഓപ്ഷൻസാണ് ഉള്ളത്. നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുള്ള കഴിവാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ വൈകാരിക ശേഷി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ഒരു പ്രശ്നം, ഒരു സംശയം ഇവിടെ വേണ്ട. എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം വരും. ഓക്കെ, നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ പറ്റണം, മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം, വൈകാരിക സന്ദർഭങ്ങളെ നിയന്ത്രിക്കാനും പറ്റണം. ഓക്കെ, ഇതൊക്കെ നമുക്ക് പറ്റണം. ഇതാണ് വൈകാരിക ശേഷി എന്നാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു സൂയിസൈഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇമോഷണലി നമ്മളെപ്പോഴും ബാലൻസ് ആയിരിക്കണം. ഓക്കെ, ഇമോഷണലി നമുക്ക് സ്വയം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം. എന്നാലേ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് സൊസൈറ്റിയിൽ നമുക്ക് പോകാൻ പറ്റൂ. ക്ലിയർ? അപ്പോൾ അത് നിങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്തത്, പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാകുന്ന ഭയത്തിന് പറയുന്ന പേര് എന്താണ്? പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാകുന്ന ഭയത്തിന് പറയുന്ന പേര് എന്താണ്? പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാകുന്ന ഭയത്തിന് പറയുന്ന പേര് സോഫോഫോബിയ, ഹിപ്നോഫോബിയ, ഹൈഡ്രോഫോബിയ, സ്കൂളോഫോബിയ. അപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാകുന്ന ഭയമാണ്. അപ്പോൾ നേരെ സ്കൂളിലേക്ക് പോകാൻ പാടില്ല. സ്കൂളോഫോബിയ അല്ല. ആൻസർ വരുന്നത് സോഫോഫോബിയ ആണ് കേട്ടോ. സോഫോഫോബിയ ആണ്. പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാകുന്ന ഭയത്തിന് പറയുന്ന പേര് സോഫോഫോബിയ ആണ്. അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം നമുക്ക്. 9ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ പഠിതാക്കളുടെ വിമർശനാത്മക ചിന്തയെ ഏറ്റവും കുറഞ്ഞ അളവിൽ പരിപോഷിപ്പിക്കുന്ന രീതി ഏതാണ്? താഴെ കൊടുത്തവയിൽ പഠിതാക്കളുടെ വിമർശനാത്മക ചിന്തയെ ഏറ്റവും കുറഞ്ഞ അളവിൽ പരിപോഷിപ്പിക്കുന്ന രീതി. ഓപ്ഷൻസ്: പ്രഭാഷണം, ചർച്ച, സംവാദം, ബ്രെയിൻ സ്റ്റോമിംഗ്. പ്രഭാഷണം, ചർച്ച, സംവാദം, ബ്രെയിൻ സ്റ്റോമിംഗ്. അപ്പോൾ ഇതിലേതായിരിക്കും കുട്ടികളുടെ വിമർശനാത്മക ചിന്തയെ ഏറ്റവും കുറഞ്ഞ അളവിൽ പരിപോഷിപ്പിക്കുന്നത്? ചർച്ച, സംവാദം, ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ എന്തല്ല, വിമർശനാത്മക ചിന്തയെ അങ്ങനെ ഒരുപാട് അധികം അളവിലൊന്നും പരിപോഷിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വിമർശനാത്മക ചിന്തയെ ഏറ്റവും കുറഞ്ഞ അളവിൽ എന്ന് വെച്ചാൽ നമുക്ക് പ്രഭാഷണം എന്ന് പറയാം. ക്ലിയർ? 10ാമത്തെ ക്വസ്റ്റ്യൻ, ഗുരുതരമായ ലഹരി ഉപയോഗത്തിന് അടിമപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതാണ്? ഗുരുതരമായ ലഹരി ഉപയോഗത്തിന് അടിമപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി. ഓപ്ഷൻസ്: കൗമാര കൗൺസിലിംഗ് നിർദ്ദേശിക്കുക, രക്ഷിതാക്കളെ വിവരമറിയിച്ച് ലഹരിമുക്ത കേന്ദ്രത്തിലേക്ക് അയക്കുക, സ്കൂളിൽ നിന്നും അടിയന്തരമായി പുറത്താക്കുക, ചൈൽഡ് ലൈൻ കേന്ദ്രത്തിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഏതാണ് പറയാൻ പറ്റുക? ഗുരുതരമായ ലഹരി ഉപയോഗത്തിന് അടിമപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവനെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അവൻ തുടക്കമൊന്നുമല്ല, സ്റ്റാർട്ടിംഗ് അല്ല, ഉപയോഗിച്ചതിൻ്റെ ഏറ്റവും പീക്കിലെത്തി. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കൗമാര കൗൺസിലിംഗിന് നിർദ്ദേശിച്ച കാര്യമുണ്ടോ? ചൈൽഡ് ലൈൻ കേന്ദ്രത്തിലേക്ക് അറിയിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യം അറിയിക്കേണ്ടത് എന്താണ്? സ്കൂളിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടും കാര്യമൊന്നുമില്ല അല്ലേ. അവരെ നമുക്ക് കൃത്യമായിട്ട് രക്ഷിക്കാൻ പറ്റണം. എന്ന് വെച്ചാൽ രക്ഷിതാക്കളെ വിവരം അറിയിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? ലഹരിമുക്ത കേന്ദ്രത്തിലേക്ക് അയക്കണം. അങ്ങനെ നമുക്കിപ്പോൾ തന്ന ഓപ്ഷനിൽ പറയാൻ പറ്റുമോ? ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഇന്നിപ്പോൾ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 10 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയിക്കുക. ഇത് ജസ്റ്റ് റിവിഷൻ മാത്രമാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എക്സാം ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ കൃത്യമായിട്ട് റെഡിയായിക്കൊണ്ടും മനസ്സിലായിക്കൊണ്ട് റിവിഷൻ നടത്തിക്കൊണ്ട് മാത്രം ഇനിയുള്ള ദിവസങ്ങളിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ല നേരിട്ട് വേണമെങ്കിൽ മെസ്സേജ് ആയിട്ടും അയക്കാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.